സജീവ 2023 ബജറ്റ് ഉണ്ടെങ്കിൽ അതും എടുത്തു നോക്കാം. ഇതേ പദ്ധതികൾ, ഇതേ മെൻസ്ട്രൽ കപ്പ്, നിർഭയ, കുടുംബശ്രീ, സ്ത്രീ സുരക്ഷ, ഇതൊക്കെ തന്നെയാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. കേരള സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ഒരുപാട് തവണയൊന്നും പറയണ്ട, അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്കൊന്നും ഒരു പദ്ധതിയുടെ ആവശ്യമില്ല, പെട്ടെന്ന് കയറി വരും, പെട്ടെന്ന് നന്നായിക്കോളും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ പറയുന്നത്, ഈ പദ്ധതികളൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ബജറ്റിൽ ഇങ്ങനെ ഇത് ആവർത്തിച്ച് അത് മാത്രം ഇങ്ങനെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമന, സ്ത്രീ ശാക്തീകരണത്തിന് വനിതാ മതില് നിർമ്മിക്കുകയല്ല, അതിനപ്പുറത്തേക്ക് സ്ത്രീ ശാക്തീകരണത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ഈ ഗവൺമെന്റിന്റെ സ്ത്രീകളോടുള്ള മനോഭാവം എന്താണെന്ന് തന്നെ നമുക്കറിയുന്നതാണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ ശാക്തീകരണത്തിന്, യഥാർത്ഥത്തിലുള്ള സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയായിരുന്നു നമ്മൾ കണ്ടത്, അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ അഡ്രസ് ചെയ്തൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്നില്ല, മറ്റ് രീതിയിലുള്ള 50% ഭൂനികുതി വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെയും സാധാരണക്കാരായ സ്ത്രീകളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നമുക്കറിയാം, ഒരു വീടിന്റെ ഒരു ബജറ്റ് നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അടുക്കളകളിലും, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെയാണ് ചെലവുകൾ നിയന്ത്രിക്കുന്നതൊക്കെ സ്ത്രീകളുടെ കൂടെ ഒരു പങ്കാളിത്തമാണ് അതിലുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ബജറ്റ് താളം തെറ്റുന്നു എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ ഒരു അല്ലെങ്കിൽ അവരുടെ പോഷകാഹാരത്തിന് കുറവ് വരും. നമുക്കറിയാം, ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ പോഷകാഹാര കുറവ് കഴിക്കുന്ന ആരായിരിക്കും? അമ്മമാരായിരിക്കും, അല്ലെ? അപ്പൊ അതുപോലെ നമുക്ക് ലഭ്യത കുറഞ്ഞു വരുമ്പോ അവിടെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ന്യൂനത വരുന്നത് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും. ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കണ്ട ജനദ്രോഹപരമായിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് വീട്ടു ബജറ്റ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ, പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയോ, ഇവിടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നതാണ് ആദ്യ പ്രാവശ്യം. അതിനുശേഷം എത്രയോ സ്ത്രീ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയൊന്നും ഒരു സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചിട്ട് പോലും ബജറ്റിൽ പറയുന്നില്ല. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള രീതിയിൽ അത് പ്രധാനം തന്നെയാണ്. പക്ഷെ ഒരു ബജറ്റിൽ അവതരിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമാണ്. അതൊരു ബേസിക് അവയർനെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഒരു ബേസിക് അവയർനെസ് ആണ്, അല്ലാതെ ഒരു ബജറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകേണ്ട കാര്യങ്ങളല്ല. ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും പുതിയ പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് തൊഴിലവസരങ്ങൾ, ഇതിനൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും ധൂർത്ത് നടക്കുന്നു. അത് മറച്ചു വെക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ബജറ്റിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും സ്ത്രീകൾക്കുമില്ല, സാധാരണക്കാരായ ജനങ്ങൾക്കുമില്ല.